നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ ക്രൂശ് ശീമോൻ ചുമക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റോമ പടയാളികൾ ക്രൂരന്മാരാണ്. കാരണം അവർ ഇതിനോടകം യേശുവിനെ ഒരുപാട് പീഡിപ്പിച്ചു. യേശുവിൻ്റെ തലയിൽ ഒരു മുൾമുടി വെച്ച് ആഞ്ഞടിച്ചു. യേശുവിൻ്റെ മുഖത്തു നിന്ന് രോമങ്ങൾ പിഴുതെടുത്തു. യേശുവിൻ്റെ പുറം ഉഴവുചാല് പോലെ അടിച്ച് കീറി. യേശുവിനെ തുപ്പി. യേശുവിനെ അടിച്ചിട്ട് നിന്നെ അടിച്ചത് ആര് എന്ന് പ്രവചിക്ക എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത ഈ റോമൻ പടയാളികൾ യേശുവിൻ്റെ കുരിശ് മറ്റൊരു മനുഷ്യനെ കൊണ്ട് ചുമപ്പിക്കുകയാണ്. അത് അവരുടെ അനുകമ്പ കൊണ്ടാണ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അത് ഭയങ്കര ചതിയായിരുന്നു. അനുകമ്പയല്ല, അതും അവരുടെ ക്രൂരതയായിരുന്നു. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ എന്നാണ്. കുറേന എന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ആ എത്യോപ്യൻ പ്രദേശങ്ങളാണ്. അതായത് കൂശ്യരാണ്. കൂശ്യരെക്കുറിച്ച് വായിക്കുന്നത് കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിപ്പ് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയില്ലെന്നാണ്. പക്ഷേ ഇദ്ദേഹം ഒരു കൂശ്യനോ അല്ലെങ്കിൽ ഒരു പുറജാതിയോ അല്ല. ശീമോൻ എന്നുള്ള ആ പേര് യഹൂദന്മാരുടെ പേരാണ്. അതായത് അക്കാലത്ത് കൃഷിക്ക് വേണ്ടിയൊക്കെ ആളുകൾ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള പല രാജ്യങ്ങളിലേക്കും പോകുമായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ ഏതാണ്ട് 18 രാജ്യങ്ങളിൽ നിന്നുള്ള 18 ഭാഷക്കാരായിട്ടുള്ള ആളുകൾ പെന്തക്കോസ്ത് നാളിൽ പെരുന്നാളിൽ വന്നിട്ടുണ്ട്. ഈ ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് പോയി കൃഷി ചെയ്യാം. അവർക്ക് മോവാബിൽ പോകാം, അമ്മോനിൽ പോകാം, അവർക്ക് മിദ്യാനിൽ പോകാം, മിസ്രൈമിൽ പോകാം, റോമയിൽ പോകാം, അറേബ്യയിൽ പോകാം, കുറേനയിൽ പോകാം, സൈപ്രസിൽ പോകാം എന്ന് വേണ്ട, എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ എവിടെ പോയാലും സകല പെരുന്നാളിനും അവർ യെരുശലേമിൽ വരണം. തങ്ങളുടെ ദശാംശവും അല്ലെങ്കിൽ തങ്ങളുടെ വഴിപാടുകളും അവിടെ കൊണ്ടുവരണം. 7 പെരുന്നാളുകളാണ് ഉള്ളത്. 7 പെരുന്നാളിനും വരണം. പക്ഷേ 3 തവണ വന്നാൽ മതി. 1-ാം മാസത്തിലാണ് ആദ്യത്തെ 3 പെരുന്നാൾ. അതായത് പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യബലി പെരുന്നാൾ. 1-ാം മാസം വന്നാൽ ഒരു 10-15 ദിവസം അതിന് വേണ്ടി വരും. പിന്നെ 3-ാം മാസമാണ്. അന്ന് ഒരു പെരുന്നാളേ ഉള്ളൂ. അതാണ് വാരോത്സവ പെരുന്നാൾ. പിന്നെ 7-ാം മാസത്തിൽ 3 പെരുന്നാൾ: കാഹളപ്പെരുന്നാൾ, മഹാപാവരി പെരുന്നാൾ, കൂടാര പെരുന്നാൾ. അതിനും 2 ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ. എവിടെ പോയാലും, ലോകത്ത് ഏതറ്റത്ത് പോയി കൃഷിക്കോ ബിസിനസ്സിനോ പോയാലും അവർ 7 പെരുന്നാളിനും യെരുശലേമിൽ വരണം. പക്ഷേ വർഷത്തിൽ 3 തവണ വന്നാൽ മതി. ഇപ്പോൾ കുറേനയിൽ കൃഷിയുള്ള ഈ മനുഷ്യൻ വയലിൽ നിന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെയും അദ്ദേഹത്തിന് വയലുണ്ട്. അപ്പോൾ അദ്ദേഹം പെരുന്നാളിന് വന്ന സമയത്ത് ഇവിടുത്തെ വയലും സന്ദർശിക്കാൻ പോയിരിക്കുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് പടയാളികൾ ഇദ്ദേഹത്തെ കാണുകയാണ്. യേശുവിൻ്റെ കുരിശ് അദ്ദേഹത്തോട് ചുമപ്പിക്കുകയാണ്. അത് അനുകമ്പ കൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം ഇതിനോടകം ചാട്ടമാറുകൊണ്ട് യേശുവിനെ അടുപ്പിച്ചതിനാൽ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ 39 അടിയേ അടിക്കത്തുള്ളൂ. 1 കുറേ 40 അടിയാണ്. പക്ഷേ ഇനി ഏതെങ്കിലും എണ്ണം പെശകിയാൽ കൂടാൻ പാടില്ല. അതുകൊണ്ട് അവർ 39 നിർത്തും. പക്ഷേ പുറജാതികൾ അങ്ങനെയല്ല, റോമക്കാരങ്ങനെയല്ല. അവർക്ക് എണ്ണമൊന്നുമില്ല. ഈ അടി കൊള്ളുന്നയാൾ നിലവിളിച്ച് പൊളയണം, അതുപോലെ അവരടിക്കും. അപ്പോൾ ഇതിനോടകം ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടിയേറ്റ് നന്നായി രക്തം വാർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് യേശു പരവശനാണ് എന്ന് നമുക്ക് ചിന്തിക്കാം.
യശയ്യാപ്രവചനം 53 എഴുതിയിട്ടുണ്ടോ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗശീലിച്ചവനായിരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കൊണ്ട് അവൻ നിന്ദിതനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ വളരെ മൃഗീയമായിട്ട് അവർ ഉപദ്രവിച്ചു. അതിനാൽ യേശുവിന് ഒരടി നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായാൽ സമയത്ത് കുരിശീകരണം നടക്കയില്ല. പീലാത്തോസ് മനസ്സോടെയാണ് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചതെന്ന് അവർക്കറിയാം. എന്നാൽ വേദപുസ്തക ചരിത്രത്തിൽ ആ വിധിയെ അസ്ഥിരപ്പെടുത്തിയ മറ്റ് വിധികളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വിധികളെ അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹാമാൻ നിമിത്തം ഇസ്രായേലിനെ കൊന്നുമുടിക്കാൻ ഒരു വിധി പുറപ്പെടുവിച്ചു. പക്ഷേ എസ്തറിൻ്റെയും മൊർദെഖായിയുടെയും സംയോജിതമായ ഇടപെടൽ നിമിത്തം ആ വിധിയെ അസ്ഥിരപ്പെടുത്തുന്ന മറ്റൊരു വിധി പുറപ്പെടുവിക്കാനിടയായി. അപ്പോൾ പീലാത്തോസ് അത് തയ്യാറാകുകയാണ്. അത് എന്തു വന്നാലും ഞാൻ സഹിച്ചുകൊള്ളാം, ഞാൻ കൈസറുമായിട്ട് തീർത്തുകൊള്ളാം, യേശുവിനെ വീഴ്ത്തിക്കേണ്ട, യേശുവിനെ കുരിശിക്കേണ്ട എന്ന് ഒരു എഴുത്ത് കൊടുത്തു വിട്ടാൽ കുരിശീകരണം നടക്കുകയില്ല. യേശു വിട്ട് നടക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഈ കുരിശ് മറ്റൊരാളെ കൊണ്ട് അവർ ചുമപ്പിക്കുവാനായി തയ്യാറായത്. കള്ളന്മാരുടെ കുരിശ് അവർ തന്നെയാണ് ചുമന്നത്. കാരണം കള്ളന്മാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടില്ല. യേശുവിനെ ചാട്ടവാറിന് അടിച്ച് പരവശനാക്കിയത് കൊണ്ടാണ് യേശുവിൻ്റെ കുരിശ് മറ്റൊരാൾ ചുമക്കേണ്ടതായിട്ട് വന്നത്. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ ഈ കുരിശ് ചുമന്നത്, അക്കാലത്ത് കുരിശ് ചുമക്കുന്നത് ഏറ്റവും അപമാനമാണ്. കാരണം റോമാക്കാരുടെ ശിക്ഷാരീതിയാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിളിൽ വാക്യമുണ്ട്, ആവർത്തന പുസ്തകത്തിനകത്ത്. പക്ഷേ അദ്ദേഹം അപമാനം ഏൽക്കാൻ തയ്യാറായി. പക്ഷെ റോമാലേഖനത്തിൽ ഇദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അലക്സാണ്ടറിൻ്റെയും രൂബൂസിൻ്റെയും അപ്പനാണ് കുറേനക്കാരനായ ശീമോൻ. അപ്പോൾ ആ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി, അവർ ദൈവസഭയ്ക്ക് വളരെ പ്രയോജനമുള്ളവരായി തീർന്നുവെന്നാണ് വാക്യം. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിനാലുള്ള അനുഗ്രഹം നമ്മുടെ മക്കൾക്കും ഉണ്ടാകും. കർത്താവിന് വേണ്ടി നിന്നെയും അപമാനം സഹിക്കാൻ നാം തയ്യാറായാൽ തീർച്ചയായിട്ടും അതിൻ്റെ നന്മ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുമെന്നൊരു പാഠവും നമുക്കിവിടെ കാണാൻ കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.